നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി, അതല്ലെങ്കിൽ ഹൈക്കോടതിയുടെ കീഴിലുള്ള ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് നടപടി, അത് അന്തിമ വാക്ക് കൽപ്പിക്കേണ്ടത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കളത്തിലിറക്കി ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് കടക്കാനാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിക്കലിന് മുമ്പ് തയ്യാറാകുന്നത്. കൃത്യമായി പറഞ്ഞാൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ടി പ്രത്യേകമായൊരു കൊളീജിയം തയ്യാറാക്കി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെയുള്ള പണയിടപാട് സംബന്ധിക്കുന്ന അന്വേഷണം നടത്തിയതിൽ അദ്ദേഹത്തിന് വ്യക്തമായ പങ്കുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഈ കൊല്ലം മാർച്ച് 14 അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് ഒരു ബാഗ് കെട്ടിൽ നോട്ടുകൾ കണ്ടത്, കരിഞ്ഞ നിലയിൽ കണ്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കൃത്യമായി സുപ്രീം കോടതി നടപടി ആരംഭിച്ചത്. അന്ന് ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ പറഞ്ഞത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പരമാധികാരം പാർലമെന്റിനാണ് നൽകേണ്ടത്, അതല്ലാതെ സുപ്രീം കോടതി നിഷ്പക്ഷമായി പെരുമാറുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന്. എന്നാൽ രാജ്യത്തെല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. വിരമിക്കലിന് മുമ്പ് ജഡ്ജിയെ പുറത്താക്കിയിരിക്കും എന്ന് അദ്ദേഹം ഉറപ്പിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയാണ് അദ്ദേഹം. നമുക്കറിയാം, ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് എത്തണമെങ്കിൽ രാഷ്ട്രപതിയുടെ കൂടി സമ്മതം വേണം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്കാണ് അദ്ദേഹം നീങ്ങുന്നത്. യശ്വന്ത് വർമ്മ ഭോപ്പാലിൽ ഭാര്യയോടൊപ്പമായിരുന്നു. തീ പിടിച്ചപ്പോഴൊക്കെ ആ സമയത്ത് അഗ്നിശമന സേന എത്തിയപ്പോഴും തുടർന്ന് അവിടെ വിദഗ്ധമായ അന്വേഷണം നടത്തിയപ്പോഴുമൊക്കെ സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിലാണ് ഈ നോട്ടുകെട്ടുകളുമായി ബന്ധപ്പെട്ട നിരവധിയായ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യപ്പെട്ടത്. ഇത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെയുള്ള വലിയ തരത്തിലുള്ള ആരോപണമായി മാറിക്കഴിയുകയും ചെയ്തു. അദ്ദേഹത്തിനെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ബാർ കൗൺസിലാണ് പറഞ്ഞത്, ഇദ്ദേഹത്തിനെ ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയപ്പെടണം, ഇദ്ദേഹത്തിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ഇദ്ദേഹത്തിന് പണം സമ്പാദിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യക്തമായ പങ്കുണ്ടെങ്കിൽ ഇദ്ദേഹം ആ സ്ഥാനത്ത് തുടരാൻ ഒരു യോഗ്യതയുമില്ല. നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൻ്റെ നിരവധിയായ നടപടികളെ ചോദ്യം ചെയ്തും ഭയരഹിതമായി മുന്നോട്ട് പോകുന്ന ജഡ്ജിമാരിൽ ഒരാളാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയുടെ നടപടികൾക്ക് പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ കയ്യടിയും അതിലേറെ വലിയ തോതിലുള്ള പ്രശംസയും ലഭിക്കുന്നത്. സഞ്ജീവ് ഖന്ന മെയ് മാസം 14 പടിയിറങ്ങും മുമ്പ് തന്നെ കൃത്യമായി ആ നീക്കം നടത്തുകയാണെങ്കിൽ അത് സുപ്രീം കോടതിയുടെ ചരിത്ര നീക്കത്തിൽ ഒന്നായി അടയാളപ്പെടുത്തും. നമുക്കറിയാം, ജ്ഞാനേഷ് കുമാറിൻ്റെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ വലിയ തോതിൽ ചെറുത്തു തോൽപ്പിക്കാൻ സഞ്ജീവ് ഖന്ന ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ പരിപൂർണമായി അത് വിജയിച്ചില്ല. എന്നാൽ കേന്ദ്ര സർക്കാരിന് പ്രഹരം നൽകാനും സഞ്ജീവ് ഖന്നയ്ക്ക് ഈ ചുരുങ്ങിയ നാളുകൊണ്ട് കഴിഞ്ഞു എന്നത് ചെറിയ നേട്ടമായല്ല ആളുകൾ കണക്കാക്കുന്നത്. സഞ്ജീവ് ഖന്ന മികച്ച ജഡ്ജിയായിരുന്നു എന്ന് ചരിത്രം തന്നെ വാഴ്ത്തുന്ന സാഹചര്യത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ നീക്കം.